എല്ലാവരും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവർ പറയുന്ന ഒരു വാക്കാണ്, നീ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന്. അഡ്മിഷന് വേണ്ടി വരുമ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്നോടും പറയാറുണ്ട്, ഇതാ ഇവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന്. തെറ്റാണ് കേട്ടോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ ടാഗ് ചെയ്യുന്നത് ഈ പ്രായത്തിൽ ഒട്ടും നല്ലതല്ല. 7-8 വയസ്സായ കുട്ടിക്ക് എന്ത് ഹൈപ്പർ ആക്റ്റീവ്നെസ്, എന്ത് അഗ്രസീവ്നെസ്? നമ്മൾ പറയുന്ന സമയത്ത് പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ അങ്ങ് ടാഗ് ചെയ്യാൻ പാടുണ്ടോ? ഹൈപ്പർ ആക്റ്റീവാണ്, നീ ഭയങ്കര വികൃതിയാണ്, നിന്നെ ഹാൻഡിൽ ചെയ്യാൻ ആർക്കും പറ്റില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും കുട്ടികളുടെ കൂടെ പറയരുത്. അവർ പോസിറ്റീവായിട്ട് അവരെന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നതിനെ കൂടെ മെൻഷൻ ചെയ്താൽ ഒരു പരിധി വരെ അവർ നമ്മളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും തുടങ്ങും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയെ നോക്കുന്ന അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന അമ്മയോ അല്ലെങ്കിൽ അതുപോലത്തെ ഉത്തരവാദിത്തമുള്ള ഒരാൾ വളരെ അഗ്രസീവാണ്, വളരെ ആൻഷ്യസ് ആണ്, എപ്പോഴും ആൻസൈറ്റി കൊണ്ട് എന്തെങ്കിലും പുറപുറത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികൾക്ക് ആ സ്വാധീനം ഉണ്ടാവും. അതല്ല എങ്കിൽ അവരുടെ ഫുഡിൽ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉണ്ട് എങ്കിൽ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആവും. കുട്ടികൾക്ക് ഓടി നടക്കാനോ ഓടി കളിക്കാനോ ഒന്നും അവസരം ഇല്ലാതെ ഒരുപാട് സമയം ഒരിടത്ത് ഇരിക്കുകയാണ് എങ്കിൽ കുട്ടികൾ അഗ്രസീവ് ആവും, ഹൈപ്പർ ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ ടി വിയുടെയോ ഫോണിൻ്റെയോ കൂടെ കൂടുതൽ സമയം ഗെയിംസ് കളിച്ചൊക്കെ സമയം ചിലവാക്കുകയാണെങ്കിൽ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആവും. ഇളയ കുട്ടികൾ ഉള്ളത് കൊണ്ട് മൂത്ത കുട്ടികൾക്ക് ഒരുപാട് ഉത്തരവാദിത്വം കൊടുത്ത് അവരെ ഏറ്റവും മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും അവർ അഗ്രസീവ് ആവും, ഹൈപ്പർ ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് കുട്ടികളെ കിട്ടിയില്ല എങ്കിൽ അവരെ ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് ടാഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൻ്റെ സാഹചര്യം എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യൂ. കുട്ടികളോട് കുറച്ചുകൂടി എമ്പതിയോടുകൂടി പെരുമാറൂ. കാരണം അവർക്ക് നല്ല ഒരു ബാല്യം അവർ അർഹിക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. നിങ്ങളിത് വളരെയധികം ശ്രദ്ധിക്കണം. ബിക്കോസ് യു ആർ ദ മൈൻഡ്ഫുൾ പാരൻറ്റ്.